വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വയറൽ. ഇനി നമുക്ക് PHP യിൽ ഇൻഹെറിറ്റൻസ് എന്താണെന്ന് നോക്കാം. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിലെ ഒരു മെയിൻ കൺസെപ്റ്റാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു ക്ലാസ് ഉണ്ട്. നമ്മൾ ആ ക്ലാസിൻ്റെ ഇൻസ്റ്റൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തല്ലോ. കൺസ്ട്രക്റ്റിൽ നമ്മൾ നെയിം എന്ന് പറയുന്ന ഒരു ആർഗ്യുമെൻ്റാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒന്നും കൂടെ നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. നമുക്ക് കളർ കൂടെ ഇവിടെ സെറ്റ് ചെയ്യാം. കളർ കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ദിസ് കളർ ഈക്വൽ ടു $color ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആവുന്ന സമയത്ത് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ നെയിമും കളറും കൂടെ പാസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒന്നിലധികം ആർഗ്യുമെൻറ്റ്സ് കൺസ്ട്രക്ടർ മെത്തേഡിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പോൾ ആ ആർഗ്യുമെൻറ്റ്സ് നമ്മൾ കൺസ്ട്രക്ടർ മെത്തേഡിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു ദിസ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടിയിലേക്ക് സെറ്റ് ചെയ്യും. ഇനി ഇതേപോലെ നമ്മൾ ഫംഗ്ഷനിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആർഗ്യുമെൻറ്റ്സ് നമ്മൾ പാരാമീറ്റേഴ്സ് വേണമെങ്കിൽ നമുക്ക് ഓപ്ഷണൽ ആക്കാം. ഇങ്ങനെ ഈക്വൽ ടു ഇട്ടിട്ട് നമ്മളൊരു വാല്യൂ സെറ്റ് ചെയ്ത് കൊടുത്താൽ അത് ഓപ്ഷണലായി. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ ഒരു വാല്യൂ മാത്രം പാസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ബൈ ഡീഫോൾട്ട് ഈ എംപ്റ്റി വാല്യൂ ആയിരിക്കും കളറിന് സെറ്റ് ആവുക. ഇനി നമുക്ക് ഒരു ക്ലാസ് കൂടെ ക്രിയേറ്റ് ചെയ്യാം. സ്ട്രോബെറി എന്ന് പറയുന്ന ക്ലാസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സിനെ PHP യിലെ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ക്ലാസ്സിനെ വേറൊരു ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ക്ലാസ്സിന് പേര് കൊടുത്തതിന് ശേഷം എക്സ്റ്റെൻസ് എന്ന് പറയുന്ന കീവേഡ് കൊടുത്തതിന് ശേഷം അടുത്ത ക്ലാസ്സിൻ്റെ പേര്, ഈ സ്ട്രോബെറി എന്ന് പറയുന്ന ക്ലാസ് ഏത് ക്ലാസ്സിനാണോ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, ഒരു പാരൻറ്റ് ക്ലാസ് കൊടുക്കുക. ഒരു ചൈൽഡ് ക്ലാസ് പാരൻറ്റ് ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യും. അതായത് ആ പാരൻറ്റിൻ്റെ സ്വഭാവങ്ങളും അതിൻ്റെ പ്രവൃത്തികളും ഒക്കെ ഈ സ്ട്രോബെറി എന്ന് പറഞ്ഞ ക്ലാസ്സിന് കിട്ടും. നമ്മൾ ഹ്യൂമൻസ് ഇൻഹെറിറ്റ് ചെയ്യുമല്ലോ, അതേപോലെ തന്നെ ഇൻഹെറിറ്റൻസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ സ്ട്രോബെറി എക്സ്റ്റെൻസ് ഫ്രൂട്ട് എന്ന് പറയുന്ന ക്ലാസ്സിനാണ് ഈ സ്ട്രോബെറി എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഇവിടെ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, ഇനി അതിൽ ഇൻസ്റ്റൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ ഒരു സ്ട്രോബെറീൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. സ്ട്രോബെറി എന്ന് പറയുന്ന ക്ലാസ്സാണ് ഞാനിവിടെ വിളിക്കുന്നത്. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഒരു റെഡാണ് അവിടെ വന്നിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ കൺസ്ട്രക്ടർ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും നമ്മൾ ഇൻസ്റ്റൻസിൻ്റെ സമയത്ത് 1 ആർഗ്യുമെൻ്റ് എക്സ്പെക്റ്റഡ് ആണെന്ന് വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ട്രോബെറി എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഈ ഫ്രൂട്ടിൽ നിന്നാണ്. അപ്പോൾ ആ ഫ്രൂട്ടിൻ്റെ എല്ലാ മെത്തേഡ്സും പ്രോപ്പർട്ടീസും ഇവിടെയും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഫ്രൂട്ടിലുള്ള കൺസ്ട്രക്റ്റ് ഈ സ്ട്രോബെറിക്കും കൂടെ ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നെയിം അവിടെ മസ്റ്റായിട്ടും പാസ് ചെയ്യണം. നെയിമും കളറും പാസ് ചെയ്യണം. പക്ഷേ നെയിം മാൻഡേറ്ററി ആണ്, കളർ ഓപ്ഷണലാണ്. അപ്പോൾ നമ്മളിവിടെ നെയിം പാസ് ചെയ്ത സമയത്ത് ആ ഇഷ്യൂ പോയി. അതിനുശേഷം നമുക്ക് എക്കോ ചെയ്ത് നോക്കാം. നമുക്ക് നെയിം കൂടെ കളർ കൂടെ അവിടെ പാസ് ചെയ്യാം. ആദ്യത്തേന് നമ്മൾ കളർ പാസ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് എക്കോ ചെയ്ത് നോക്കാം. എക്കോ ചെയ്യുന്ന സമയത്ത് സ്ട്രോബെറിൻ്റെ ഒബ്ജക്റ്റ് എന്നാണ് എക്കോ ചെയ്യേണ്ടത്. സ്ട്രോബെറി ഗെറ്റ് നെയിം, സ്ട്രോബെറി കളർ. നേരത്തെ ആപ്പിൾ ഗെറ്റ് നെയിം ആയിരുന്നു, ഇപ്പോൾ സ്ട്രോബെറിയും കൂടെ കൊടുത്തു. നമുക്ക് ആപ്പിൾ വന്നു. അത് വന്നത് ഈ ഒരു ഗെറ്റ് നെയിം. പിന്നെ കളർ നമ്മൾ എംപ്റ്റി ആയതുകൊണ്ട് അവിടെ ഒരു എംപ്റ്റി സ്പേസ് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ബെറി വന്നു. സ്ട്രോബെറിയിൽ നിന്ന് നമ്മൾ ഗെറ്റ് നെയിം വിളിച്ചതുകൊണ്ട് ബെറി വന്നു. പിന്നെ അതിൻ്റെ പർപ്പിൾ വന്നു. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റൻസിൻ്റെ ക്ലീനിങ് ദ ക്ലാസ് വന്നു, രണ്ടാമത്തതിൻ്റെയും വന്നു. ഇങ്ങനെയാണ് PHP യിൽ ഇൻഹെറിറ്റൻസ് വർക്ക് ചെയ്യുന്നത്. അതായത് നമുക്ക് ഒരു ക്ലാസ്സിനെ വേറൊരു ക്ലാസ്സിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ PHP യിൽ സിംഗിൾ ഇൻഹെറിറ്റൻസ് മാത്രമേ സപ്പോർട്ടഡ് ആയിട്ടുള്ളൂ. അതായത് ഒന്നിലധികം ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ക്ലാസ് അറ്റ് എ ടൈം ഒരു ക്ലാസ് മാത്രമേ PHP യിൽ ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻഹെറിറ്റ് ചെയ്യുന്ന സമയത്ത് പാരൻറ്റിലുള്ള എല്ലാ പ്രോപ്പർട്ടീസും മെത്തേഡ്സും ഈ സ്ട്രോബെറി എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഇൻസ്റ്റൻസിന് ആക്സസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എല്ലാ പ്രോപ്പർട്ടീസും മെത്തേഡ്സും നമുക്ക് ഓവർ റൈഡ് ചെയ്യാനും പറ്റും. അതായത് നമ്മളിവിടെ ഗെറ്റ് നെയിം ഉണ്ട്. ഗെറ്റ് നെയിം എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട് മെയിൻ ഫ്രൂട്ട് ക്ലാസ്സിൽ. ഇതേ ഫംഗ്ഷൻ, ഇതേ മെത്തേഡ് നമുക്ക് ഇവിടെ എഴുതിയിട്ട് നമുക്ക് വേറെ ഫംഗ്ഷനാലിറ്റി ചെയ്യാൻ പറ്റും. നെയിം റിട്ടേൺ ചെയ്യുന്നതിന് പകരം വേറെ എന്തെങ്കിലും ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ആവുന്ന സമയത്ത് ആദ്യം നമ്മൾ നോക്കും, നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് സ്ട്രോബെറി നോക്കും ഗെറ്റ് നെയിം
ഗെറ്റ് നെയിം എന്ന് വിളിക്കുമ്പോൾ സ്ട്രോബെറീൻ്റെ അതേ ക്ലാസ്സിൽ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടോ നോക്കും. ഉണ്ടെങ്കിൽ അതിനെ റിട്ടേൺ ചെയ്യും, ഇല്ലെങ്കിൽ അതിൻ്റെ പാരൻറ്റിൽ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടോ നോക്കും. അങ്ങനെ അവിടെ നിന്നാണ് കോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് എക്കോ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് ഹെലോ എന്നാണ് വന്നിട്ടുള്ളത്. കാരണം നമ്മളതായ ക്ലാസ്സിൽ അതിൻ്റെ നമ്മൾ കോൾ ചെയ്യുന്ന അതേ ക്ലാസ്സിലൊരു മെത്തേഡ് ഉണ്ട്, അതാണ് കോൾ ചെയ്തിട്ടുള്ളത്. അത് ഇല്ലെങ്കിൽ മാത്രമേ പാരൻ്റ് എന്ന് സെയിം ഫംഗ്ഷൻ കോൾ ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു പാരൻ്റ് ക്ലാസ്സിലുള്ള ഒരു മെത്തേഡിനെ ചൈൽഡ് ക്ലാസ്സിൽ നിന്ന് മാറ്റി എഴുതുന്നതിനാണ് ഓവർ റൈഡിങ് എന്ന് പറയുന്നത്. ക്ലാസ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ പ്രോപ്പർട്ടീസിനും മെത്തേഡ്സിനും കൂടെ പബ്ലിക് എന്ന് പറയുന്ന ആക്സസ് മോഡിഫയർ കൊടുത്തല്ലോ. ഇതിന് പറയുന്ന പേരാണ് ആക്സസ് മോഡിഫയേഴ്സ്. അപ്പോൾ 3 രീതിയിലുള്ള ആക്സസ് മോഡിഫയേഴ്സ് ആണുള്ളത്. ഒന്ന് പബ്ലിക്, രണ്ടാമത്തെ പ്രൊട്ടക്റ്റഡ്, മൂന്നാമത്തേത് പ്രൈവറ്റ്. പബ്ലിക് ആക്സസ് മോഡിഫയർ ആവുന്ന സമയത്ത് ഈ ക്ലാസ്സിനും അതിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ക്ലാസ്സിനും പിന്നെ പുറത്തുനിന്നൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. പബ്ലിക് എന്ന് കൊടുത്താൽ ഈ ഒരു വേരിയബിളോ അല്ലെങ്കിൽ ആ ഒരു മെത്തേഡോ പുറത്തുനിന്നോ അകത്തുനിന്നൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഫ്രൂട്ട് എന്ന് പറഞ്ഞ ക്ലാസ്സിലാണ് ഈ മെത്തേഡും പ്രോപ്പർട്ടീസും ഉള്ളത്, ഇവിടുന്ന് ആക്സസ് ചെയ്യാം. പിന്നെ ഈ ഫ്രൂട്ട് എന്ന് പറഞ്ഞ ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ക്ലാസ്സിൽ നിന്നും ആക്സസ് ചെയ്യാം. പിന്നെ അതേപോലെ ഒബ്ജക്റ്റിൽ നിന്നും പുറത്തുനിന്നും ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണ് കൊടുത്തതെങ്കിലോ, നമ്മൾ പബ്ലിക് മാറിയിട്ട് പ്രൊട്ടക്റ്റഡ് ആക്കുകയാണ്. നമ്മളിവിടെ പ്രൊട്ടക്റ്റഡ് ആക്കുന്ന സമയത്ത് നമ്മൾ ഈ 2 പ്രോപ്പർട്ടീസ് പ്രൊട്ടക്റ്റഡ് ആക്കിയിട്ടുണ്ട്. നമുക്ക് പ്രൊട്ടക്റ്റഡ് ആക്കുന്ന സമയത്ത് ആ ക്ലാസ്സിൽ നിന്ന് ആക്സസ് ചെയ്യാം, ഈ ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സിൽ നിന്നും ആക്സസ് ചെയ്യാം. ജസ്റ്റ് കൺഫേം ചെയ്യണം ആക്സസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. യെസ്, അവിടെ നിന്നും ആക്സസ് ചെയ്യാം. പക്ഷെ നമുക്ക് പുറത്തുനിന്ന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അവിടെ അൺഡിഫൈൻഡ് പ്രോപ്പർട്ടി എന്നാണ് എറർ വരുന്നത്. കാരണം എന്താണ്, ഇത് നമുക്ക് പുറത്തേക്ക് ആക്സസ് കിട്ടില്ല. പ്രൊട്ടക്റ്റഡ് ആവുന്ന സമയത്ത് ആ ഒരു ക്ലാസ്സിലും അതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സിലും മാത്രമേ ആ മെത്തേഡ്സോ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസോ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ഈ വേരിയബിൾ നമ്മൾ പ്രൈവറ്റ് ആക്കാം. നമ്മളൊരു വേരിയബിൾ പ്രൈവറ്റ് ആക്കി കഴിഞ്ഞാൽ എവിടെയാണോ നമ്മൾ ആ വേരിയബിൾ അല്ലെങ്കിൽ മെത്തേഡ് പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ആ ഒരു ക്ലാസ്സിൽ മാത്രമേ അത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നെയിം എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഈ ഒരു ഫ്രൂട്ട് എന്ന് പറഞ്ഞ ക്ലാസ്സിലാണുള്ളത്. അതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ് സ്ട്രോബെറി. ആ എക്സ്റ്റെൻഡ് ചെയ്ത ക്ലാസ്സിൽ നിന്ന് പോലും അതിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതാണ് പ്രൈവറ്റ് എന്ന് പറയുന്ന ആക്സസ് മോഡിഫയർ. അപ്പോൾ പ്രൈവറ്റ് ആണ് ഏറ്റവും കൂടുതൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ആക്സസ് മോഡിഫയർ. പിന്നെ റെസ്ട്രിക്ഷൻ ഉള്ളത് പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്നത് നമുക്ക് ക്ലാസ്സിലും അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത ക്ലാസ്സിലും ആക്സസ് ചെയ്യാൻ പറ്റും, പുറത്ത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. പബ്ലിക് എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻ ഇല്ലാത്ത ആക്സസ് മോഡിഫയർ ആണ്. അത് ക്ലാസ്സിലും എക്സ്റ്റെൻഡ് ചെയ്ത ക്ലാസ്സിലും പുറത്ത് ഒബ്ജക്റ്റിൽ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റും. ബൈ ഡീഫോൾട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ ഫംഗ്ഷൻ്റെ ഒക്കെ ആക്സസ് മോഡിഫയർ എന്ന് പറയുന്നത് പബ്ലിക് ആയിരിക്കും. ഇവിടെ നമ്മൾ പബ്ലിക് ആയതുകൊണ്ട് നമ്മളുടെ കളർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി പബ്ലിക് ആയതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് ഒബ്ജക്റ്റിൽ നിന്ന് സെറ്റ് ചെയ്യാനും പറ്റും. സാധാരണ നമ്മൾ ഈ കളർ നമ്മൾ ക്ലാസ്സിൽ നിന്ന് മാത്രമേ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഡയറക്റ്റ് ഒബ്ജക്റ്റിൽ നിന്ന് നമുക്ക് ആ ഒരു വാല്യൂ പബ്ലിക് ആയതുകൊണ്ട് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഗ്രീൻ കിട്ടിയിട്ടുണ്ട്.